നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോട്ടീൻ പീനട്ട് ബട്ടറൊക്കെ ശരിക്കും നമ്മളെ പറ്റിക്കുക. ഇനി അടുത്ത ഒരു മിനിറ്റ് ഇതിന്റെ പുറകെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾ ആദ്യം നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. കപ്പലണ്ടിക്കകത്ത് ഏകദേശം ഒരു 100 ഗ്രാം 25-26 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ്സ് ഇച്ചിരി പ്രോട്ടീൻ പൗഡറൊക്കെ തട്ടിയിട്ട് ഈ 25 എന്നുള്ളത് ഒരു 30-30 മുകളിലൊക്കെ ആക്കിയിട്ട് പ്രോട്ടീൻ പീനട്ട് ബട്ടർ എന്നും പറഞ്ഞ് മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ഇവർ ഇതിനിടുന്ന റേറ്റ് ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും. പിന്നെ ഒരു 80-90% ടോപ്പ് ബ്രാൻഡ്സ് ആഡ് ഷുഗർ ചേർക്കും, ഹൈഡ്രജനേറ്റഡ് ഓയിൽസ് ചേർക്കും, പിന്നെ കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്ന് കലക്കി അടിച്ച് നമുക്ക് തരും. ഇത് ഫിറ്റ്നസ് എന്നുള്ള രീതി മാറി ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് മാറും. ഞാൻ അറിഞ്ഞത് ഈ ഹൈഡ്രജനേറ്റഡ് ഓയിൽസ് ഒക്കെ നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ കുറച്ചിട്ട് ബാഡ് കൊളസ്ട്രോൾ റേസ് ചെയ്യുന്നതാണ്. പക്ഷേ രസമൊന്നുമല്ല, നമുക്ക് സുഖമായിട്ട് ഈ പീനട്ട് ബട്ടർ എന്ന് പറയുന്ന സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 20 രൂപയ്ക്ക് ഒരു 100 ഗ്രാം കപ്പലണ്ടി വാങ്ങിച്ചിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നമുക്ക് പീനട്ട് ബട്ടർ റെഡി ആയി കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി വേ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതും തട്ടിയിട്ടാൽ ഹൈ പ്രോട്ടീൻ പീനട്ട് ബട്ടറായി. പിന്നെ സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഹെൽത്തി ഫാറ്റ്സ് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കപ്പലണ്ടി കഴിക്കുന്നതായിരിക്കും നല്ലത്. പ്രോട്ടീൻ പീനട്ട് ബട്ടറിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വെറുതെ എടുക്കുന്ന പീനട്ട് ബട്ടറിൻ്റെ ഒക്കെ അവസ്ഥ ഇതിലും മോശമായിരിക്കും.